കാലത്തിൻ്റെ ഉദയം മുതൽ മനുഷ്യവർഗം ആകാശത്തിലേക്ക് നോക്കി ചിന്തിച്ചിട്ടുണ്ട്. എല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഭൂമിയും നക്ഷത്രങ്ങളും എല്ലാ ജീവജാലങ്ങളും ഉണ്ടായതിൻ്റെ പിന്നിലെ കഥ എന്താണ്? നൂറ്റാണ്ടുകളായി ശാസ്ത്രം, തത്വചിന്ത, വിശ്വാസം എന്നിവയിലൂടെ ആളുകൾ ഉത്തരം തേടിക്കൊണ്ടിരുന്നു. എന്നാൽ ഏറ്റവും പഴക്കമേറിയതും ആഴമേറിയതുമായ കഥകളിലൊന്ന് ബൈബിളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ലോകത്തിൻ്റെ ഉത്ഭവം മനസ്സിലാക്കുന്നതിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ നയിച്ച ഒരു വിശുദ്ധ ഗ്രന്ഥമാണിത്. ആദിയിൽ ബൈബിൾ നമ്മളോട് പറയുന്നു, ഭൂമിയില്ല, ആകാശമില്ല, വെളിച്ചമില്ലായിരുന്നു, ഇരുട്ടും ശൂന്യതയും മാത്രം. തുടർന്ന് ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. ഉൽപ്പത്തി 1:3. വെളിച്ചം പൊട്ടിപ്പുറപ്പെട്ടു, ഇരുട്ടിനെ തുളച്ചു കയറി, സൃഷ്ടിയുടെ ആരംഭം കുറിച്ചു. ഉൽപ്പത്തി അനുസരിച്ച് ബൈബിളിലെ ആദ്യ വാക്കുകൾ തന്നെ തുടർന്നുള്ള എല്ലാത്തിനും ഭീതി ഒരുക്കി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഈ പ്രസ്താവന ശാസ്ത്രത്തിലൂടെ മാത്രമല്ല, വിശ്വാസത്തിലൂടെയും ദൈവിക ഉദ്ദേശത്തിലൂടെയും എല്ലാ അസ്തിത്വത്തിൻ്റെയും ഉത്ഭവം പരിവേഷണം ചെയ്യുവാൻ നമ്മെ. ഈ പരമ്പരയിലുടനീളം സൃഷ്ടിയെക്കുറിച്ചുള്ള ബൈബിൾ വിവരണത്തിലൂടെയും അതിനെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുമായി താരതമ്യം ചെയ്തും നമ്മുടെ പ്രപഞ്ചവും ഭൂമിയും എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ അവിശ്വസനീയമായ കഥ മനസ്സിലാക്കാൻ ശ്രമിച്ചും നമ്മൾ സഞ്ചരിക്കും.